ശ്രീ VR സുൽകുമാർ. സർ, സംസ്ഥാനത്തെ 17,000-ത്തിലധികം വരുന്ന സ്കൂൾ പാചക തൊഴിലാളികൾ വളരെ കുറഞ്ഞ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. മിനിമം കൂലി, വർഷാവർഷ വേതന വർധനവ്, ESI പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നീ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തൊഴിലാളികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നു. നിലവിൽ സംസ്ഥാനത്ത് 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. സർ, തികച്ചും വികേന്ദ്രീകൃതമായ രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. സ്കൂൾ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ചുമതല സ്കൂൾ PTA പ്രസിഡന്റ്, ചെയർമാനും പ്രധാന അധ്യാപിക കൺവീനറുമായിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് തൊഴിലാളികളെ നിയമിക്കുന്നതും പ്രസ്തുത കമ്മിറ്റിയാണ്. സർ, കേന്ദ്ര മാർഗരേഖ പ്രകാരം ഓണറേറിയം വ്യവസ്ഥയിലാണ് പാചക തൊഴിലാളികളെ സ്കൂളിൽ ഉച്ചഭക്ഷണ കമ്മിറ്റി നിയമിക്കുന്നത്. ഇപ്രകാരം സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി നിയമിക്കുന്ന പാചക തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകുക മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത്. കേന്ദ്ര മാർഗരേഖ പ്രകാരം നിശ്ചയിക്കപ്പെട്ട പദ്ധതി അടങ്ങളുടെ 60% തുക കേന്ദ്ര സർക്കാർ, 40% തുക സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ്. സർ, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി അടങ്ങളുടെ ഊരിയായി വരുന്ന പദ്ധതി ചെലവ് സംസ്ഥാന സർക്കാരിൻ്റെ അധിക ബാധ്യതയാണ്. പാചക തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രതിമാസ നിർബന്ധിത ഓണറേറിയം 1000 രൂപ മാത്രമാണ്. ആയതിൽ കേന്ദ്ര വിഹിതം 600 രൂപയും സംസ്ഥാന വിഹിതം 400 രൂപയുമാണ്. എന്നാൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി പോഷകാഹാരം ലഭ്യമാക്കുന്നതിനാൽ കേന്ദ്രം നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ കൂടുതൽ തുക ഓണറേറിയം ഇനത്തിൽ സംസ്ഥാന അധിക വിഹിതമായി നൽകി വരികയാണ്. 2021 ജൂൺ 17 സർക്കാർ ഉത്തരവ് പ്രകാരം കേരളത്തിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് നൽകുന്ന കുറഞ്ഞ പ്രതിദിന ഓണറേറിയം 600 രൂപയും പരമാവധി പ്രതിദിന ഓണറേറിയം 675 രൂപയുമാണ്. ഇപ്രകാരം ആകെ 20 സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾക്ക് ഒരു പാചക തൊഴിലാളിക്ക് പ്രതിമാസം കുറഞ്ഞത് 12,000 രൂപയും കൂടിയത് 13,500 രൂപയും സംസ്ഥാനം അധിക വിഹിതം ഉപയോഗിച്ച് അനുവദിക്കുകയാണ്. ഇത് കേന്ദ്ര പ്രതിമാസം നിഷ്കർഷിക്കുന്ന തുകയുടെ 12 മുതൽ 13 വരെ ഇരട്ടിയാണ്. 60-40 എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടും സംസ്ഥാന അധിക വിഹിതവും ഉപയോഗിച്ചാണ് നിലവിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. സർ, ഓണറേറിയത്തിന് പുറമെ സംസ്ഥാന സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് 2017 മുതൽ സ്കൂൾ വേനൽ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാചക തൊഴിലാളികൾക്ക് സമാശ്വാസമായി പ്രതിമാസം 2000 രൂപ അനുവദിക്കുന്നുണ്ട്. സാർ, പാചക തൊഴിലാളികൾക്ക് സ്കൂൾ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സമാശ്വാസം അനുവദിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര സർക്കാർ നാളിതുവരെ പാചക തൊഴിലാളികളുടെ ഓണറേറിയത്തിന് യാതൊരുവിധ വർധനവും നൽകിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ സംസ്ഥാന സർക്കാർ 2016-17 മുതൽ 2021-22 വരെ 5 തവണ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 160 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ പ്രതിവർഷം ഈ ഇനത്തിൽ അധിക ബാധ്യത ഉണ്ടാകുന്നുണ്ട്. സർ, മുൻകാലങ്ങളിൽ പാചക തൊഴിലാളികൾക്ക് മാസത്തിൻ്റെ 5 അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പായി ഓണറേറിയം നൽകി വന്നിരുന്നു. എന്നാൽ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കിയ 2021-22 വർഷം മുതൽ PFMS മുഖേനയാണ് ഓണറേറിയം വിതരണം അടക്കമുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ധനഇടപാടുകളും നടത്തിയിരിക്കുന്നത്. കേന്ദ്ര വിഹിതം ലഭ്യമായാൽ മാത്രമേ അതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതം കൂട്ടിച്ചേർത്ത് താഴെത്തട്ടിലേക്ക് ഓണറേറിയം വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്. ഇത് സമയബന്ധമായ താഴെത്തട്ടിലേക്ക് തുക ലഭ്യമാക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പാചക തൊഴിലാളികൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനായി സംസ്ഥാനം അധിക വിഹിതത്തിൽ നിന്നും പാചക തൊഴിലാളികൾക്കുള്ള ഓണറേറിയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ പാചക തൊഴിലാളികളുടെ 2024 ആഗസ്റ്റ് വരെയുള്ള മുഴുവൻ ഓണറേറിയവും വിതരണം ചെയ്തിട്ടുണ്ട് സാർ. കൂടാതെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ സംസ്ഥാന അധിക വിഹിതത്തിൽ നിന്നുള്ള പാചക തൊഴിലാളികളുടെ ഓണറേറിയം ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. സാർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കേന്ദ്ര മാനദണ്ഡപ്രകാരമുള്ള പ്രതിമാസം 1000 രൂപ വീതവും ഡിസംബർ മാസത്തെ മുഴുവൻ ഓണറേറിയവുമാണ് നിലവിൽ കുടിശ്ശികയായി വിതരണം ചെയ്യാറുള്ളത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള പ്രതിമാസം 1000 രൂപ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും
നടപ്പ് വർഷത്തെ ആദ്യ ഗഡുവിൻ്റെ ബാലൻസ് തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ PFMS സിംഗിൾസ് നോഡൽ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടാതെ ഡിസംബർ മാസത്തെ സംസ്ഥാന അധിക വിഹിതത്തിൽ നിന്നുള്ള ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. സാർ, സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള മിനിമം വേതനം നിശ്ചയിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പ് 2016 ആഗസ്റ്റ് 8 വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത വിജ്ഞാപനം അനുസരിച്ച് സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം പ്രതിദിനം 350 രൂപയായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിക്കുകയും സ്കൂൾ പാചക തൊഴിലാളികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കീഴിൽ വരുന്നതായിരുന്നാലും നിലവിലെ മിനിമം വേതനത്തേക്കാൾ ഉയർന്ന തുക ഓണറേറിയമായി നൽകി വരുന്നതിനാലും മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള മിനിമം വേതനം നൽകണമെന്നുള്ള ആവശ്യം 2022 ഏപ്രിൽ 6 ഉത്തരവ് പ്രകാരം ലഭിക്കുകയുണ്ടായി. നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം 500 കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുവാൻ ഒരാളും 500 മുകളിൽ 2 പേരും എന്ന കണക്കിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാചക തൊഴിലാളികളുടെ നിയമിക്കുന്നത്. എന്നാൽ തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ച വിഷയത്തിൽ സംസ്ഥാനം പിന്തുടരുന്ന രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മാർഗങ്ങളാണ് PM പോഷൻ മാർഗനിർദ്ദേശങ്ങൾ പരാമർശിക്കുന്നത്. ആദ്യത്തെ ചുവടെ പറയും പ്രകാരമാണ് 25 കുട്ടികൾ വരെ ഒരു പാചക തൊഴിലാളി, 26 മുതൽ 100 കുട്ടികൾ വരെ 2 പാചക തൊഴിലാളി. സാർ, ഇതിനേക്കാളുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയും തരുന്ന വേറെ 1000 രൂപ മാത്രമാണ് ഒരു തൊഴിലാളിക്ക്. ആദ്യത്തെ 100 കുട്ടികൾക്ക് ശേഷം വരുന്ന ഓരോ 100 കുട്ടികൾക്കും ഓരോ പാചക തൊഴിലാളി കൂടി അധികം, അതായത് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 500 കുട്ടികൾക്ക് 6 തൊഴിലാളികളെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിനാൽ മേൽപ്പടി മാർഗരേഖ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല. ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിനുള്ള പ്രതിഫലമായി ഓണറേറിയം കൈപ്പറ്റിക്കൊണ്ട് ജോലിയിൽ തുടരുന്ന പ്രസ്തുത തൊഴിലാളികൾക്ക് പ്രതിമാസ ഓണറേറിയവും അവധിക്കാല സമാശ്വാസവും ഒഴികെ മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിലവിൽ വ്യവസ്ഥ പ്രകാരം അർഹരല്ല. സാർ, ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരായതിനാൽ തന്നെ സ്ഥിരം ജീവനക്കാരാക്കുവാനോ ആശ്രിത നിയമനം നൽകുവാനോ നിലവിൽ വ്യവസ്ഥകളില്ല. കേന്ദ്ര സർക്കാർ പാചക തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ അനുവദിച്ചിട്ടില്ല. എന്നിരുന്നാലും നിശ്ചിത സേവനം നിർവഹിക്കുന്നതിനായി ഓണറേറിയം വ്യവസ്ഥയിൽ നിയമിക്കപ്പെടുന്നവരായതിനാലും പെൻഷൻ ഏർപ്പെടുത്തുവാനും നിർവാഹമില്ല. സാർ, പാചക തൊഴിലാളികളെ ESI EPF പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തൊഴിലും നൈപുണ്യ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. പാചക തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ലഭ്യമാക്കിയ പ്രപ്പോസൽ സർക്കാർ പരിശോധിക്കുകയാണ്. പാചക തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് സംബന്ധിച്ച വിഷയം നിലവിൽ ആരോഗ്യവകുപ്പുമായി ചേർന്ന് പരിശോധിച്ച് വരികയാണ്.